പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചത്തെ സങ്കടങ്ങളും എല്ലാം നമുക്ക് മറക്കാം. പുതിയ ആഴ്ചയാണ്, പുതിയ ദിവസമാണ്. തിങ്കളാഴ്ച ജനുവരി മാസം 12-ാം തീയതി പുത്തൻ പ്രതീക്ഷകളുമായി നമുക്ക് ആരംഭിക്കാം, അല്ലേ? നല്ലതേ സംഭവിക്കൂ എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനോട് കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 12. അതിങ്ങനെയാണ് പറയുന്നത്: മറ്റാരിലും രക്ഷയില്ല. അത് 11-ന്റെ ലാസ്റ്റ് ഭാഗമാണ്. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പം മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കൂടി നിങ്ങളോട് സംസാരിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 12. There is no salvation through anyone else, nor is there any other name under heaven given to the human race by which we are to be saved. Again, I repeat, there is no salvation through anyone else, nor is there any other name under heaven given to the human race by which we are to be saved. യേശു എന്ന നാമം. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷത്തിൽ 2-ാം അധ്യായം 11-12 ആ ഭാഗത്ത് പറയുന്നുണ്ട്, ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്, ഇതാ വലിയൊരു സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, രക്ഷയാണ് ആ സന്തോഷം. ആ രക്ഷകൻ പിറന്നിരിക്കുന്നു. ആ രക്ഷകൻ്റെ നാമമല്ലാതെ, യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്കായിട്ടില്ല. ഇതൊരു വിശ്വാസ സത്യമാണ്. അങ്ങനെ വിശ്വസിച്ച് വേണം നമ്മുടെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും യേശു എൻ്റെ കൂടെയുണ്ട് എന്ന്. അതാണ് പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ കർത്താവ് രക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ കർത്താവ് കരം പിടിച്ച് അവനെ രക്ഷിച്ചില്ലേ? ശിഷ്യന്മാരുടെ ആ തോണിയിൽ ഉറങ്ങുന്ന കർത്താവിനെ ഉണർത്തി, കർത്താവെ രക്ഷിക്കണമേ, കാറ്റും കോളും ആഞ്ഞടിക്കുന്നു. കർത്താവ് എഴുന്നേറ്റു, കടലിനെ ശാന്തമാക്കി. മരണത്തിൽ നിന്ന് രക്ഷിച്ചവരില്ലേ? ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു, വിധവയുടെ മകനെ ഉയർപ്പിച്ചു, രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകി, അന്ധനെയും ബധിരനെയും മുടന്തനെയും ഒക്കെ സൗഖ്യപ്പെടുത്തി. ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മെ കരം പിടിച്ച് രക്ഷിക്കുവാൻ കർത്താവിന് സാധിക്കും. ആ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട്. അപ്പോൾ പുതിയൊരാഴ്ച ആരംഭിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം, കർത്താവെ പുത്തൻ പ്രതീക്ഷ, കർത്താവ് എന്നെ രക്ഷിക്കും, കർത്താവിൻ്റെ കൂടെയുണ്ട്, എല്ലാം നന്മ സംഭവിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ആരംഭിക്കാം. ആമേൻ.